എന്താ ചെയ്യല്ലേ? മക്കള് നമ്മളെ അവഗണിക്കുകയാണ് ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ, അല്ലേ? അതിനെന്താ നമ്മൾ ചെയ്യുക? അതിന് നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് നമ്മൾക്ക് പരിശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ കുഞ്ഞു കുട്ടിയാകുമ്പോ തന്നെ അവനോട് പറഞ്ഞാൽ ചൊട്ടയിലെ ശീലം ചുടല വരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ കുട്ടികളിലെ വലുതായതിന്റെ ശേഷം ഒന്നും പറഞ്ഞ അവരെ മണ്ടയിലേക്ക് കേറില്ല. കുഞ്ഞു കുട്ടിയിൽ പറഞ്ഞു കൊടുത്ത കാര്യമാണെങ്കിലും അവന് കേറും ചെയ്യും. അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടിയും അച്ഛന്റെ അച്ഛനും കൂടി താമസിക്കുകയാണ്. ഒരു കുട്ടിയേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും. അച്ഛന്റെ അച്ഛൻ ഒരു കുട്ടി. അച്ഛമ്മ നേരത്തെ മരിച്ചുപോയി. അങ്ങനെ കഴിയണ കാലത്തെ ഈ അച്ഛന്റെ അച്ഛനോട് ചെയ്യണ കാര്യങ്ങൾ മുഴുവനും കുട്ടി മെമ്മറിയിൽ പകർത്തിയെടുത്തു. കാരണം അച്ഛന്റെ അച്ഛൻ അവൻ ജനിച്ചപ്പോഴേക്ക് തന്നെ അച്ഛന്റെ അച്ഛന് പ്രായമായി. കൃഷിക്കാരാണ് അവര് പാരമ്പര്യമായിട്ട്. അയാളൊരു മുക്കില് ഇരുത്തം, കസേരയിൽ ഇരുത്തം, പിന്നെ ചോറ് കഴിക്കാൻ ഒക്കെ അവരെങ്ങനെ ചെയ്യണമെന്ന് അറിയോ? ഒക്കെ അച്ഛന്റെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കണ ഒരു താമസം, അങ്ങനെ ഒരു സന്ദർഭമാണ്. മുന്നിൽ വെച്ച് കൊടുത്താലേ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അദ്ദേഹത്തിന് അത്രയും അവശനായി കഴിഞ്ഞു. അപ്പൊ അച്ഛന്റെ അച്ഛൻ എന്താ ചെയ്യണം? അച്ഛന്റെ അച്ഛൻ എന്തിലാ കൊടുക്കുകയെന്നറിയോ? അച്ഛൻ ഒരു പാള കുത്തിയിട്ട് അതിലാണ് 3 നേരം കഞ്ഞി കൊടുക്കണത്. അങ്ങനെ ഇരിക്കുമ്പോ അച്ഛന്റെ അച്ഛൻ മരിച്ചുപോയി. മരിച്ചു പോകുമ്പോ വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ ഒന്നും കാണണ്ട. അച്ഛന്റെ പെറുക്കാണ് അച്ഛൻ. ഈ കുട്ടിയുടെ അച്ഛൻ എന്താ വെച്ചിട്ട് ശവസംസ്കാരം ചെയ്യണോടത്തേക്ക് കൊണ്ടുപോവാണ്. അതിൽ കുട്ടി എന്താ അച്ഛനോട് ചോദിക്കണമെന്നോ? അച്ഛ, ആ പാള അച്ഛൻ കൊടുക്കണ്ട, മുത്തപ്പൻ പാള എൻ്റെ അപ്പനിക്ക്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോ അച്ഛന് കൊടുത്ത പാത്രം അതിന്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടേ വയസ്സാവുമ്പോന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോ കുട്ടികൾ കുറെയൊക്കെ കണ്ട് വളരാനുണ്ട്. നമ്മളെ പ്രവൃത്തി എങ്ങനെയായിരിക്കണോ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. അപ്പൊ കുഞ്ഞു കുട്ടികളെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ എന്ത് പഠിപ്പിക്കണം എന്നറിയാം? മുതിർന്നവരെ ബഹുമാനിക്കാൻ, ദയ, സ്നേഹം എല്ലാം തിരിച്ചും അങ്ങോട്ടും നമ്മൾ നന്നായി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മളെ വയസ്സായി അവഗണിക്കണില്ല. പക്ഷെ ചില കുട്ടികളെ 100-ൽ 1 എന്ത് കൊടുത്താലും അവന്റെ അത് എന്താണെന്നറിയോ? അത് ചില ആൾക്കാർ ജനിച്ച് ജാത്യാലുള്ളത് തൂത്താ പോവില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലവര് ജനിക്കുമ്പോ കിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് എന്തെന്നെയായാലും പോവാത്ത 1-2 കുട്ടികളെ അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ ഈ കുട്ടികൾ കല്യാണം കഴിക്കുന്നവരെ നമ്മൾ മക്കളെ കൊണ്ട് ഒരുപാട് പ്രശംസിച്ച് സംസാരിക്കൂലേ അമ്മമാരെ? പെൺകുട്ടികളുടെ കാര്യമല്ല, ആൺകുട്ടികളുടെ കാര്യത്തിലാണ് ഞാനിപ്പോ ഈ പറയുന്ന. പെൺകുട്ടിയെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആൺകുട്ടിക്ക് കൊണ്ടുവരുന്ന സമയത്ത് കല്യാണം കഴിച്ച് ആൺകുട്ടി ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നവരേക്ക് ആൺകുട്ടിയെ നമ്മൾ പ്രശംസിച്ച് പാടുകയാണ്. ഈ ആൺകുട്ടി കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ തടങ്ങായി അമ്മയ്ക്ക്. എന്താ വേറൊരു അമ്മ പ്രസവിച്ച് വളർത്തിയ ഒരു പെൺകുട്ടിയല്ലേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അത് കുറച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? അവളെ ആ അമ്മ വളർത്തി വലുതാക്കാണ്ടായ ബുദ്ധിമുട്ടും അവളെ കല്യാണം കഴിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ടും അതും ഒരു മനുഷ്യക്കുട്ടി തന്നെയല്ലേ? നമ്മളെ കുട്ടികൾ മാത്രമാണോ മനുഷ്യക്കുട്ടികളെ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ തടങ്ങായി പരദൂഷണം. തള്ളമാരെ അടുത്ത വീട്ടിൽ പോയിട്ട് അവളെ പറ്റി കുറ്റം പറഞ്ഞു, എണീക്കാൻ വൈകിയ കുറ്റം പറഞ്ഞു, മകനോട് ചിരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണ് ആ മക്കൾക്ക് തോന്നുന്നത് ഈ അമ്മയ്ക്ക് എന്നെ ഒരു സ്നേഹവും ഇല്ലാന്ന്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ? നമ്മൾ എന്നും നിലനിൽക്കില്ല. നീർത്തോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാനപ്പാനയില്? സത്യമാണ് അത്. നമ്മള് നീർപ്പോള പോലൊരു ദേഹല്ലേ? നാളെ നമ്മൾ കണ്ണ് വിളിച്ച് നിൽക്കുന്നത് മേപ്പോട്ട് വലിച്ച ശ്വാസം ഇങ്ങോട്ട് വരുന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ദിവസേന നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, നാളെ നേരം വിളിച്ചാക്കി കാണിക്കണേ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കഴിയണം. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ കുനുട്ടും പോരും? നമ്മളുടെ കുട്ടിയെക്കാളും സ്നേഹിക്കണം കൊണ്ടുവന്ന പെൺകുട്ടിയെ. അങ്ങനെയുള്ളടത്ത് ഒരു അമ്മയ്ക്ക് ഒരു അവഗണനയും മകന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. കാരണം അമ്മ മരുമകളെ മകളായി കരുതിയ പിന്നെ അവിടെ പ്രശ്നേ ഇല്ല. പിന്നെ മകൻ അമ്മയെ അവഗണിക്കില്ല. അമ്മയ്ക്ക് വയ്ക്കണ കാലം വരെ വെയ്യെങ്കിൽ നമ്മളെ പെൺകുട്ടികൾ കൊണ്ടുപോകും എവിടേക്കെങ്കിലും. പിന്നെ ആൺകുട്ടിയും കൊണ്ടുപോകില്ല. വയ്ക്കണ കാലം വരെ അവര് പോണിടത്തേക്കൊക്കെ അമ്മയെ അവര് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. പിന്നെ അവിടെ നമ്മളെ വീട്ടിൽ ഒരു ഇതും ഇല്ല കേട്ടോ. മക്കളെ അവഗണിക്കണമെന്നുള്ള പേരൊന്നും പിന്നെ നമുക്ക് കുറ്റം പറയേണ്ടി വരില്ല. നല്ല മഴയെ മക്കളെ, അതുകൊണ്ടാണ് അമ്മ കോട എടുത്ത് നിൽക്കണത്. വീടിന്റെ ഉള്ളിൽ കറണ്ട് ഇല്ല കേട്ടോ. ഇതിന്റെ ഇടയെ പിടിച്ചിട്ട് അമ്മ അതൊക്കെ പറയണ്ട. അപ്പോ മക്കളിലെ അവഗണന എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ കാരണം തന്നെയാണ് എല്ലാം വരുത്തി വെക്കുന്നത് നമ്മളാണ്. പിന്നെ നമ്മളെ നാവ് ഉണ്ടല്ലോ, വായിൽ നാവ്, അതിന് നമ്മളെ ഒരു പ്രായം ഒരു 50 കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒതുങ്ങണം, ഒരു പൊടിക്ക്.
അല്ലേ? മക്കള് നമ്മളെക്കാൾ വളർന്നാൽ അല്ലേ, നമ്മൾ അവരെ കുറച്ചൊക്കെ ബഹുമാനിക്കണം. പിന്നെ അവരെ ഇഷ്ടത്തിന് വിടണം എന്നല്ലാട്ടോ. ചെറിയൊരു കടിഞ്ഞാണ് എപ്പോഴും നമ്മളെ കയ്യിൽ വേണം, ചെറിയൊരു കയറ്. അവരെവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൊണ്ട് വലിക്കാൻ. കാരണം അവർ സ്നേഹത്തോടു കൂടിയായിരിക്കണം ആ വലി. അല്ലാതെ നമ്മൾ ഇരുമ്പ് ചങ്ങലിട്ട് അവരെ വലിച്ച് മുറിവേൽപ്പിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾക്ക് എന്താണെന്നറിയോ? സ്നേഹമാണ് അഖില സാഗരം. കണ്ടില്ലേ? സ്നേഹത്തിന്റെ മുന്നിൽ എവിടെയും ഒരു പതർച്ച എവിടെയും പറ്റിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോ മകൻ കഴിക്കുന്നവരെ മകനെ നന്നായി സ്നേഹിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് ചായ പോലും അവന് കൊടുന്നു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് അവനോട് അലോഗ്യം, അത് പാടില്ല. മരുമകളെ മകളായി എപ്പോഴും കരുതിയ പിന്നെ അവിടെ അവഗണന ഇല്ല. ആ ഒരു ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ അവഗണിക്കുന്നു എന്ന് അമ്മമാർക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്നേഹം മക്കളെക്കാൾ അധികം ഒരു പൊടിക്ക്. നമ്മൾ പ്രസവിച്ചതൊന്നല്ലല്ലോ ആ കുട്ടികളെ, രക്തബന്ധം കാരണം നമ്മളെ സ്നേഹിക്കാൻ. അപ്പൊ നമ്മള് സ്നേഹം കൊണ്ട് മാത്രമാണ് മക്കളെ അവഗണിച്ചിട്ടില്ല. മക്കളെ അവഗണിച്ചു എന്നൊക്കെ ഈ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചുകളിലാണ് നമുക്ക് തോന്നുന്നത്. സ്നേഹം വാരി വെതറി കൊടുത്തോളൂ. എന്തിനു പിശുക്കണം? ഇഷ്ടംപോലെ അല്ലേ സ്നേഹം നമ്മളുടെ കയ്യിലല്ലേ? പണിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പൊടിക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ. നമ്മൾ കുട്ടികളോട് എന്തേലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ തന്നെ അവരോട് പറയണം, മക്കളെ, മോളെ, മരുമോളാണെങ്കിലും മകളാണെങ്കിലും മകനാണെങ്കിലും അമ്മ പറയണം, എന്റെ കുട്ടാ, അമ്മയ്ക്ക് തടി വേർത്ത് ക്ഷീണിച്ച് വല്ലാണ്ട് വയ്യാതായി കേട്ടോ. അപ്പൊ അമ്മ എന്നോട് ദേഷ്യപ്പെടാ മകനോട് പറഞ്ഞ അതേപോലെ മരുമകളോട് നമ്മൾ പറയണം, എന്റെ കുട്ടിയെ, അമ്മയ്ക്ക് പണിയെടുത്ത് വയ്യാതെ ഇപ്പൊ എന്തോ പറഞ്ഞ കേട്ടോ, നമ്മുടെ കുട്ടിയെ ഒന്നും മനസ്സിൽ വെക്കല്ലേ. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നോക്കൂ നിങ്ങളെ. ഒരു മരുമകളും നമ്മളെ ഒന്നും കാണിക്കില്ല. ഈ തള്ളമാരെ പെറ്റ മക്കളെ ഉണ്ട് എന്ന് പറയാം, മറ്റേതൊക്കെ നാട്ടുകാരെ അങ്ങനെ കരുതിയിട്ടാട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആൺകുട്ടികളുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മകളുടെ ഭർത്താക്കന്മാരെ ഉണ്ടല്ലോ, നമ്മളെ സ്വന്തം കുട്ടിയായിട്ട് നമ്മൾ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ മകന് കൊടുക്കണം ഒരേ പരിഗണന. അവൻ എന്തെങ്കിലും അമ്മയെ ചീത്ത പറഞ്ഞു, എൻ്റെ അമ്മാന്ന് എന്തെങ്കിലും പറഞ്ഞു വയ്ക്കുക, അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? എൻ്റെ കുട്ടിക്കേ, എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ മരുമോനും എന്നെ സ്നേഹം ഉണ്ടല്ലോ, അമ്മയെ പറ്റി അവനൊന്ന് ചിന്തിച്ചല്ലോ, അങ്ങനെ സന്തോഷിക്കുക വേണ്ടത്. അതിലെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കണം നിങ്ങളെ. അവൻ പറഞ്ഞ പോയിന്റിലെ കുറ്റമല്ല, അതിലെന്തെങ്കിലും ഒരു നന്മ ഉണ്ടോയെന്നാണ് നമ്മൾ നോക്കണ്ടേ. ആ നന്മ വേണം നമ്മൾ കാണാൻ, മരുമകനോടാണെങ്കിലും മരുമകളോടാണെങ്കിലും. അല്ലാതെ പെറ്റ കുട്ടി മാത്രം അവനാൻ്റെ, വന്ന കുട്ടി ഏതോ, അങ്ങനെ കരുതാതിരിക്കുക. അപ്പൊ നമ്മളെ വീട്ടിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവില്ല, അവഗണനകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പരിശീലിക്കണം. വീട്ടിലെ അമ്മ ആ വീടിന്റെ നിലവിളക്കാവാൻ എപ്പോഴും ശ്രമിക്കണം. പെരുമഴ കുഞ്ഞന്മാരെ. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞു, അമ്മ പറഞ്ഞു നന്നോ നന്നല്ലേ എന്നുള്ള